വേറെന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാലോ അല്ലാഹു അവന്റെ സകലമാന വസ്തുക്കളെയും തവിട് പൊടിയാക്കി കളയും, തരിപ്പണമാക്കി കളയും. ഇത് മറ്റുള്ളവർ അറിയണമെന്നുള്ള ചിന്ത വന്നാൽ മനസ്സിലായില്ല, എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യം ഉണ്ടാവില്ല. സാറേ, ഞാൻ കഴിഞ്ഞ റമളാനിൽ 10 ഖത്തം തീർത്തിട്ടുണ്ട്. ഉസ്താദേ, ഞാൻ കഴിഞ്ഞ റമളാനിൽ 7 ഖത്തം ഓതിയിട്ടുണ്ട്. ഉസ്താദേ, ഞാൻ കഴിഞ്ഞ റമളാനിൽ 5 ഖത്തമുകൾ തീർത്ത് 5 ഖത്തമുകൾ ഓതിയിട്ടുണ്ട്. എനിക്കൊരു ഫളലും ഉണ്ടായിട്ടില്ല, എനിക്കൊരു റാഹത്തും കിട്ടിയിട്ടില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് ഈ 5 ഖത്തമിൽ ഉണ്ടാകും. എന്തോ ഒരു തകരാറ്. ഇന്നിപ്പോ അതാണല്ലോ. ഇന്ന് ഖുർആൻ ഓതുന്നത് എന്തിനാണ്? അപ്പുറത്തുള്ളവരോട് ചോദിക്കാണ്, എത്ര ഖത്തം തീർത്തു? ഞാൻ 2. പിന്നെ ഓൻ ഓതുകയാണ്, എങ്ങനെങ്കിലും 2 ആക്കാഞ്ഞ റമദാൻ കഴിയുമ്പോ ഈ ചോദ്യം ഓൻ എന്നോടും ചോദിക്കൂലേ, എങ്ങനെ ഇപ്പൊ ഞാൻ ഓനോട് 1.5 പറയാ? ഫലം ഇല്ല. അരപ്പേ ചോദിയാ മതി. ഇഖ്ലാസോടുകൂടെ അരപ്പേ ചോദിക്കഴിഞ്ഞാൽ ഇഖ്ലാസ് ഇല്ലാതെ 1/2 ഖത്തം ഓതുന്നതിനേക്കാൾ ശ്രദ്ധയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പഠിച്ചവനെ, നീ ഞങ്ങൾക്ക് നന്മ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മറ്റൊന്നിനെ ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫറഖല്ലാഹു അലൈഹി അംറഹു, അവന്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു അവനെ തൊട്ട് പിരിച്ചു കളയുന്നതാണ്. ഒരു റാഹത്തും ഉണ്ടാവില്ല, ഒരു സന്തോഷവും ഉണ്ടാവില്ല. ഇനിയോ വമൻ കാനത്തിൽ ആഖിറ, അവന്റെ നിയത്ത് ആഖിറത്തിനെ കരുതിയിട്ടാണോ? അല്ലാഹുവേ പടച്ചവനെ, ഇത് നീ അറിയണം, നീ മനസ്സിലാക്കണം. ഇത് ഞാൻ ഈ നോമ്പ് നോറ്റ് ഞാൻ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട് തിരക്കുണ്ട്. എന്റെ മക്കൾക്ക് ഭക്ഷണം പാചകം ചെയ്യേണ്ടതുണ്ട്. എന്റെ ഭർത്താവ് വൈകുന്നേരം കയറി വരും. നോമ്പ് തുറക്കുന്ന സമയത്തിൽ അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാവണം, നല്ല കറി വെക്കണം, നല്ല കൂട്ടാൻ ഉണ്ടാക്കണം, നല്ല ഉപ്പേരി ഉണ്ടാക്കണം, നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കണം, നല്ലതുപോലെ അവർക്ക് ചായ കൊടുക്കണം. ഒരുപാട് തിരക്കിന്റെ ഇടയിലാണ് തമ്പുരാനെ ഞാൻ ഈ ഖുർആൻ ഓതുന്നത്. ഈ ഖുർആൻ നാളെ മഹ്ശറിൽ ശുപാർശകനാണല്ലോ. ഈ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നിന്റെ കുടുംബമായി നീ ചേർത്തുമല്ലോ. അല്ലാഹുവേ, ആഖിറം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ പാരായണം ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് ആരെങ്കിലും ഒരാള് ആഖിറത്തിനെ ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതിയാൽ ജമഅല്ലാഹു ലഹു അംറഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങളിലെല്ലാം അല്ലാഹു ഒരു എളുപ്പം കൊടുക്കുന്നതാണ്. എല്ലാ വിഷയത്തിലും ഖുർആൻ ഇങ്ങനെ ഇഖ്ലാസോടുകൂടെ ഇങ്ങനെ പാരായണം ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു അസ്ർ ബാങ്ക് കൊടുത്തു, അസ്ർ നിസ്കരിച്ചു, വീണ്ടും ഒരു 1.5 പേജ് ഓതി. അതും ഇഖ്ലാസോടുകൂടെ. ആരും അറിയണം, ആരും കേൾക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അടുക്കളയിൽ പോയി ജോലി ചെയ്യാണ്. അത് ഇങ്ങോട്ടുണ്ടാക്കുക, കറി അങ്ങോട്ടുണ്ടാക്കുക. ഒരു താളമാണല്ലോ സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ. ഒരു താളമാണ്. നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല, നമ്മൾ എത്ര അവിടെ പോയിട്ട് പണിയെടുത്താലും വേർക്കുക എന്നല്ലാതെ മര്യാദയ്ക്കൊരു ഭക്ഷണം ആവില്ല. ഐറ്റിങ്ങൾ ഒരു തുള്ളി വേർക്കുക പോലും ചെയ്യാതെ അവർ ഭക്ഷണം ഉണ്ടാക്കും. അത് അവരുടെ താളമാണ്. ആ താളത്തിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കും. കാര്യങ്ങളൊക്കെ വേഗം എളുപ്പമാവും. അതുപോലെ തന്നെ അവരുടെ ഏത് വിഷയവും അങ്ങനെയാണ്. അവരുടെ കൽബിൽ അല്ലാഹു ഗിനയെ ഇട്ട് കൊടുക്കും. കൽബിൽ ഗിന വന്നാൽ പിന്നെ ദാരിദ്ര്യമുണ്ടോ? കൽബിൽ ദാരിദ്ര്യം ഉണ്ടായാലോ പൈസ ഉണ്ടായിട്ട് കാര്യമല്ല. ഉണ്ടോ? നല്ല മനോഹരമായ വീടുണ്ട്, കൽബിൽ ദാരിദ്ര്യമാണ്. വീടുണ്ടായിട്ട് എന്താ കാര്യം? വീട്ടിന്റെ മുകളിൽ 2ാം നിലയിലേക്ക് കണ്ട് കയറാൻ ഒരു ലിഫ്റ്റ് ഇല്ലല്ലോ, അവിടെ ദാരിദ്ര്യം. വീടുണ്ടായിട്ട് എന്താ കാര്യം? നല്ലൊരു കൺമതിലില്ലല്ലോ, ദാരിദ്ര്യം. വീടുണ്ടായിട്ട് എന്താ കാര്യം? കൺമതിലിന് മനോഹരമായ ഗേറ്റ് ഇല്ലല്ലോ, ദാരിദ്ര്യം. വീടുണ്ടായിട്ട് എന്താ കാര്യം? നല്ലൊരു ബാത്റൂം ഇല്ലല്ലോ, ദാരിദ്ര്യം. വീടുണ്ടായിട്ട് എന്താ കാര്യം? 4 ബെഡ്റൂം ഉണ്ട്, അതിൽ ഒരു റൂമിന് മാത്രമേ അറ്റാച്ച് ബാത്റൂം ഉള്ളൂ, ബാക്കി 3നും അറ്റാച്ച് ബാത്റൂം ഇല്ലല്ലോ, ദാരിദ്ര്യം. വീടുണ്ടായിട്ട് എന്താ കാര്യം? ഒരു അടുക്കളയുണ്ട്, ആ അടുക്കളയുടെ തൊട്ടപ്പുറത്ത് ഒരു വർക്കേരി ഉണ്ടാക്കാൻ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഇന്ന് വരെ വർക്കേരി ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ദാരിദ്ര്യം. പൈസ ഉണ്ടായിട്ടും
ഖൽബിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുത്തു. എന്തുകൊണ്ടെന്നറിയോ? ഖുർആൻ ഓതുമ്പോ മറ്റുള്ളവർ അറിയണം, മറ്റുള്ളവർ കാണണം, മറ്റുള്ളവർ കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഖുർആൻ ഓതി. ഖുർആൻ എന്നല്ല, എല്ലാ അമലുകളും ചെയ്തു മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി. എന്നാൽ അവന്റെ ഖൽബിൽ അല്ലാഹു ദാരിദ്ര്യം ഇട്ട് കൊടുക്കും. നേരെ മറിച്ച് അല്ലാഹുവിന്റെ വജ്ഹ്, വേറെ ഒന്നുമില്ല, ഇതെന്റെ റബ്ബ് ഇഷ്ടപ്പെടണം, എന്റെ റബ്ബ് ഇത് കാരണമായി എന്നെ സ്നേഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെയാണെങ്കിലോ ഖൽബിൽ അല്ലാഹു ഗിന ഇട്ട് കൊടുക്കും. എന്ന് പറഞ്ഞാ ആകെ 2 റൂം, അൽഹംദുലില്ലാ 2 എണ്ണെങ്കിലും ഉണ്ടല്ലോ. അപ്പുറത്ത് വേറെ നഫീസാത്തൊക്കെ ഒരു വീടുണ്ട്, 1 റൂമേ ഉള്ളൂ. അതപേക്ഷിച്ച് അൽഹംദുലില്ലാ 2 റൂമുണ്ടല്ലോ. എന്താ സൗകര്യം! അൽഹംദുലില്ലാ. അല്ലാഹു ഖൽബിലേക്ക് ഗിനട്ട് തരിക, അതാണ് ഏറ്റവും വേണ്ടത്. ഖൽബിൽ ഗിന ഉണ്ടെങ്കിൽ കൈസിലയിലെ. ഖൽബിൽ ദാരിദ്ര്യാണെങ്കിലോ കുടുങ്ങില്ല. 50,000 റുപ്യ ശമ്പളമുള്ള ആള് ഖൽബിൽ ദാരിദ്ര്യം പടച്ചോൻ ഇട്ടുകൊടുത്തു എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയോ? ഓൻ അതിൽ നിന്നൊന്നും സദഖ ചെയ്യാൻ കഴിയണില്ലെങ്കിൽ ഓന്റെ അടുത്ത് എന്തോ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. നേരെ മറിച്ച് 500 രൂപ കിട്ടിയ ആള് 1000 രൂപ സദഖ ചെയ്യും. അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതിന് ഉദാഹരണമാണ്, അല്ലേ? വയക്കാട്ടുകാരാ എന്റെ മുമ്പിലുള്ളത്. ഇല്ലെങ്കിൽ ഒരു തിരുത്തട്ടെ. തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ത് പരിപാടി വരുമ്പോ ഒരു കൈ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടേത് പൊന്തും. മനസ്സിലായിട്ടില്ലേ? അതായിരുന്നു അതായിരുന്നു ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു ഖൽബിൽ ഗിനട്ട് തന്ന വിജയിച്ചു. ഖൽബിൽ ദാരിദ്ര്യാണോ കൊയങ്ങിയതന്നെ. അല്ലാഹു നമ്മുടെ ഖൽബിലേക്ക് അല്ലാഹു ഗിന ഇട്ട് തരുമാറാവട്ടെ. ആഖിറത്തിനെ ആലോചിച്ചുകൊണ്ടാണ് ഖുർആനും മറ്റുള്ള അമലുകളും ചെയ്തതെങ്കിൽ വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ ഖൽബിലേക്ക് അല്ലാഹു ഗിനയെ ഇട്ട് കൊടുക്കുന്നതാണ്. വഅതതുഹു ദുനിയാ വഹിയ റാഗിമാ. ഹബീബാന നബി തങ്ങൾ പറയുകയാണ്, വിശുദ്ധമായ അമലുകളെല്ലാം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഈ കാണുന്ന ദുനിയാവ് മുഴുവനും അവന്റെ മുമ്പിലേക്ക് വളരെ നിസ്സാരനായി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവൻ ദുനിയാവിന്റെ പിന്നാലെ പോകണ്ട, ദുനിയാവിന്റെ പിന്നാലെ പോകണ്ട. ഉസ്താദെ, നല്ലൊരു ജോലി കിട്ടണം, സലാമൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 10,000 വട്ടം ചൊല്ലിക്കോ, ചെല്ലി റാഹത്ത് കിട്ടണില്ല, എന്തോ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പം എന്താണ്? അമൽ മറ്റുള്ളവരെ കാണിച്ചു എന്നുള്ളതാണ്. സലാമൻ ഖൗലൻ മിർ റബ്ബിർ 10,000 ചൊല്ലിട്ട് കാര്യമില്ല, നല്ലൊരു ജോലി കിട്ടൂല. ഒരു മനുഷ്യന്റെ ജോലി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഏറ്റവും വലിയ നിലനിൽപ്പല്ലേ. ആ ജോലി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമയം. ഈ സമയത്തിൽ അല്ലാഹുവിന്റെ ഹബീബാ നബി തങ്ങളുടെ ഈ ഹദീസ് നമുക്കൊരു പിടിവള്ളിയാകട്ടെ. വഅതതുഹു ദുനിയാ വഹിയ റാഗിമ. നിസാരനായി, ബലഹീനനായി, ഒന്നിനും കൊള്ളാത്ത രീതിയിൽ ദുനിയാവ് അവന്റെ അരികിൽ വന്നങ്ങനെ നിൽക്കുന്ന അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി അമൽ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നീ ഞങ്ങൾക്ക് ധാരാളം അമൽ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. നോക്കിയാണ് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഈ കഥ ആര് പറഞ്ഞതാണ്? ഹബീബാ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത കഥയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഖാല, അല്ലാഹുവിന്റെ ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ പറഞ്ഞു, ലാ തസദ്ദഖന്ന ബിസദഖ, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ പോകുകയാണ്. ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അർദ്ധരാത്രിയിൽ ഇറങ്ങി പുറപ്പെട്ടു. ആരും കാണരുത്. അർദ്ധരാത്രിയിൽ എന്തിനാ പോയത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ. മനസ്സിലായോ? പകലിൽ പോവുകയാണെങ്കിലോ മറ്റുള്ളവർക്ക് വേണ്ടി സദഖ ചെയ്യലാകും. പകലിൽ പോയി സദഖ ചെയ്യുമ്പോ മറ്റുള്ളവരെ അറിയണം, കാണണം എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരും. രാത്രിയിൽ ഇറങ്ങി പുറപ്പെട്ടത് എന്തിനാണെന്നറിയോ? ആരും അറിയരുതെന്ന് കരുതിയിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് സദഖ ചെയ്യണമെന്ന് കരുതി ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ആ നടന്നു വരുന്ന ആൾക്ക് ഈ മനുഷ്യൻ ആ സദഖ അങ്ങ് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ സദഖ.
ആ മനുഷ്യൻ അതും വാങ്ങി പോകുകയാണ്. ആ കൊടുത്തത് ആർക്കെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സദഖ ചെയ്യാൻ തൗഫീഖ് കൊടുത്തത് തുസദ്ദിഖ അലാ സാരിഖിൻ, ഒരു കള്ളന്റെ മേലിലാണ് സദഖ ചെയ്തത്. ഒരു കള്ളനാണ് ഈ ദാനധർമ്മം കൊടുത്തത്. ഒരു കള്ളൻ ഈ ദാനധർമ്മം കൊടുത്തു. ആ കള്ളൻ ആ പണം കിട്ടിയപ്പോ ആ കള്ളൻ കരുതി, എനിക്ക് കക്കണ്ട ആവശ്യമില്ലല്ലോ, ഇന്ന് ഞാൻ കളവ് നിർത്തുകയാണ്, ഞാൻ നേരെ പുരേക്ക് പോട്ടെ എന്നും പറഞ്ഞ് ആ മനുഷ്യന്റെ കളവ് നിർത്തി അദ്ദേഹം വീട്ടിലേക്ക് പോകുകയാണ്. വീട്ടിലേക്ക് പോയി. എന്നിട്ട് ആ പൈസ കൊണ്ട് പിറ്റേന്ന് ചെലവ് നടത്തിയപ്പോ ആ ചെലവ് നടത്തിയതിൽ നിന്ന് ബാക്കി പണം വന്നു. ബാക്കി പൈസ വന്ന സമയത്തിൽ അദ്ദേഹം കരുതി, ഇന്നും കക്കാൻ പോണില്ല, എന്തിനാ ഇപ്പൊ രാത്രി വെറുതെ എങ്ങനെ കക്കാൻ പോകണം, ഇന്നും ഇതിൽ പൈസ ഉണ്ടല്ലോ, പഠിച്ചോ ഇന്നും നല്ല ഭക്ഷണം കഴിക്കാനുള്ള പൈസ കഞ്ഞിതിലും കുറച്ചുകൂടി ഉണ്ടല്ലോ, ഇന്നും ഞാൻ കക്കണില്ല. പിറ്റേതും കട്ടില്ല, മൂന്നാമത്തെ ദിവസവും കട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തിലാണ് ഒരു കച്ചവടം നടക്കുന്നത് ഈ മനുഷ്യൻ അറിയുന്നത്. നോക്കുമ്പം ഇതിൽ കുറച്ച് ബാക്കിയുണ്ട്. ആ മനുഷ്യൻ എന്ത് കരുതി, ഇനി കളവ് നടത്തുക എന്നുള്ളത് ഇനി വലിയൊരു പ്രയാസമുള്ള സംഗതിയാണ്. കക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള ഒരു അധ്വാനം തന്നെയാണല്ലോ കക്കുക എന്നുള്ളത്. എല്ലാ മണ്ടന്മാർക്കും ചെയ്യാൻ പറ്റിയ വിഷയമല്ലല്ലോ കക്കുക എന്നുള്ളത്. കട്ട മാത്രം വരെ, കട്ടതിനെ പൂത്താനും അറിയണം. കക്കുക എന്നുള്ള നിസ്സാര സംഗതി ഒന്നല്ല, ഒരു അധ്വാനാണ്. ആ അധ്വാനം ഇനി വേണ്ട, ഞാൻ എനിക്ക് കഴിയൂല, ഈ കുറച്ച് കാശുണ്ടല്ലോ, ഇതുകൊണ്ട് ഞാൻ കച്ചവടം ചെയ്യട്ടെ എന്നാണ്. അദ്ദേഹം കച്ചവടം ചെയ്തു. പിന്നീട് അദ്ദേഹം ഒരു ധനികനായിട്ട് മാറി. ഇതാണ് ഒന്നാമത്തെ ദിവസം അദ്ദേഹം ചെയ്ത സദഖ. രണ്ടാമത്തെ ദിവസവും അദ്ദേഹം പുറപ്പെട്ടു. പടച്ചവനെ, എനിക്ക് സദഖ ചെയ്യണം എന്ന് കരുതിയിട്ട് അദ്ദേഹം പുറപ്പെട്ട് നേരെ പോകുന്നത് ഒരു പെണ്ണിനെയാണ് കാണുന്നത്. അദ്ദേഹം വഴിയരികിൽ ഒരു പെണ്ണിനെയാണ് കാണുന്നത് രാത്രിയിൽ. ആ പെണ്ണിനെ കണ്ടപ്പോ ഈ സദഖയുടെ കാശ് ആ പെണ്ണിന് കൊടുത്തു. നോക്കുമ്പോ ആ പെണ്ണ് ആരാണെന്നറിയോ? ആ പെണ്ണ് ഒരു വ്യഭിചാരിയായ പെണ്ണായിരുന്നു. ഒരു വ്യഭിചാരി പെണ്ണിനായിരുന്നു ആ സദഖ കിട്ടിയിരുന്നത്. ഇദ്ദേഹം അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ച് മാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. ഇത് കിട്ടിയ ആ വ്യഭിചാരി പെണ്ണിന് കിട്ടിയപ്പോ ആ വ്യഭിചാരി പെണ്ണും പറഞ്ഞു, ഇന്നിപ്പോ ഞാൻ ആകെ വ്യഭിചാരി ചെയ്യുന്നത് എന്തെങ്കിലും കാശ് കിട്ടാൻ വേണ്ടിയാ, ഇന്നിപ്പോ കാശ് കിട്ടിയല്ലോ, ഇന്നിപ്പോ വ്യഭിചാരി പണിയൊന്നും വേണ്ട, പോരെ പോയി കടന്നുറങ്ങട്ടെ. ആ പെണ്ണും പോയി കടന്നുറങ്ങി. ആ സഹോദരിയും പോയിട്ട് കടന്നുറങ്ങി. അങ്ങനെ ആ പെണ്ണ് പിന്നെ പിറ്റേന്നും വ്യഭിചാരത്തിനൊന്നും പോണില്ല, കുറച്ചുകൂടി കാശുണ്ടല്ലോ, ഇതുകൊണ്ട് പിറ്റേന്നും ജീവിക്കാന്ന് കരുതി അദ്ദേഹം പിറ്റേന്നും ആ പെണ്ണ് ജീവിച്ചു. പിറ്റേന്ന് ഈ പെണ്ണും ഇതേ രീതിയിൽ ഈ കാശ് കൊണ്ട് ആ പെണ്ണും റാഹത്തോടുകൂടെ ജീവിച്ചു. ജീവിതമാർഗം മറ്റു ഹലാലായ മാർഗം തേടി ആ പെണ്ണും ഹലാലായ മാർഗത്തിലൂടെ പോയി. സുബ്ഹാനല്ലാഹ്. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ ദിവസവും അദ്ദേഹം പുറപ്പെട്ടു. ആ മൂന്നാമത്തെ ദിവസം അദ്ദേഹം സദഖ ചെയ്യാൻ വേണ്ടി ഒരാളെ കാണുകയാണ്. ആർക്കാണ് ആ സദഖ കൊടുത്തതെന്നറിയോ? തുസദ്ദിഖ അലാ ഗനിയിൻ, ഒരു ധനികനായ പണക്കാരനാണ് ആ സദഖ കൊടുത്തത്. ഒരു പണക്കാരന്. ആ പണക്കാരൻ ഈ കാശ് കിട്ടിയപ്പോ, ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഈ അർദ്ധരാത്രിയിൽ പോലും ഞാൻ ഈ പുറത്തിറങ്ങിയിട്ട് പണം ഉണ്ടാക്കാനുള്ള മേഖല അന്വേഷിക്കാൻ. അദ്ദേഹം വ്യഭിചാരിയോ കള്ളനോ ഒന്നുമല്ല, അദ്ദേഹം നല്ലൊരു ധനികനാണ്, പക്ഷെ പിശുക്കനാണ് അദ്ദേഹം. ഇത് കിട്ടിയപ്പോ അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കി, ഞാൻ ഇങ്ങനെ സമ്പാദിച്ചിട്ട് എന്ത് കാര്യം, ഇതേപോലെ കൊടുക്കാൻ എനിക്ക് കഴിയണില്ലല്ലോ എന്ന് കരുതി അദ്ദേഹം വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ സമ്പാദ്യം അദ്ദേഹം സദഖ ചെയ്യൽ തുടങ്ങി. എന്നിട്ട് ഹബീബാ നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കള്ളനായ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കളവ് നിർത്തുകയാണ്, വ്യഭിചാരിയായ പെണ്ണിന്റെ വ്യഭിചാരം നിർത്തുകയാണ്, പിശുക്കനായ മുതലാളിയുടെ പിശുക്കത്തരം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹവും സദഖ ചെയ്യൽ ആരംഭിക്കുകയാണ്. എന്നിട്ട് ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, ഈ മൂന്ന് മനുഷ്യന്മാരുടെയും ജീവിതത്തിന് അല്ലാഹു മാറ്റിമറിച്ചത്
ആ ഒരൊറ്റ മനുഷ്യന്റെ ഇഖ്ലാസ് ഉള്ള പ്രവർത്തനമാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്ലാസാണ്, ഭയഭക്തിയാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആലോചനയാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയാണ് വരേണ്ടത്. അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇനിയുള്ള ദിവസം വളരെ ചുരുക്കമാണ്. ഇന്ന് നോമ്പ് 13 ഇന്ന് നോമ്പ് 13. ഒന്ന് കടന്നെണീച്ച വൈകുന്നേരമായി 13 കഴിയും. നോമ്പ് എന്നേ തുടങ്ങി? ഇന്നലെ മെനിയാന്ന് ഉച്ചക്ക് ചോറ് തിന്നതായിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞ ഇന്നലെ അങ്ങ് തുടങ്ങിയതുപോലെ തോന്നാണ്. 12 നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയി. 13ാമത്തെ നോമ്പാ. അടുത്ത നോമ്പിന് ആരുണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരും ചിന്തിക്കണം, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ റമളാനാണ്, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ തറാവീഹാണ്, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ ഖുർആനോത്താണ്, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിക്റാൻ, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നോമ്പാണ്. ചിന്തിച്ചുകൊണ്ട് ഭക്തിയോടെ ഇഖ്ലാസോടുകൂടെ ഈ റമളാനിനെ യാത്രയാക്കാൻ നമുക്ക് കഴിയണം.